2024-25 ആനുവൽ എക്സാമിനേഷൻ്റെ ആൻസർ ക്യൂ ആയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാർക്സ് ഓഫ് 8 സ്റ്റുഡൻസ് ഇൻ എ മാത്സ് ടെസ്റ്റ് ആർ ഗിവൺ ബിലോ. 70, 65, 45, 54, 72, 66, 58, 50. നമുക്ക് 8 കുട്ടികളുടെ മാത്സ് എക്സാമിൻ്റെ മാർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലാസ് ടെസ്റ്റ് വെച്ചപ്പോഴും മറ്റുള്ളത് മാർക്കായിരിക്കാം. വാട്ട് ഈസ് ദ മീൻ മാർക്ക് ഓഫ് ദ സ്റ്റുഡൻറ്റ്? മീൻ മാർക്കാണ് ചോദിക്കുന്നത്. മീൻ മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കുന്ന എല്ലാ നമ്പേഴ്സും ആഡ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 480/8 = 60. The sum of two numbers is 21 and the difference is 5. What are the numbers? X plus y equal to 21. രണ്ട് നമ്പർ പ്ലസ് ചെയ്തപ്പോൾ 21 മൈനസ് ചെയ്തപ്പോൾ 5 ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എക്സ് പ്ലസ് 5 21 എക്സ് മൈനസ് 5 5 ആണ്. അപ്പോൾ അത് എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് 1 നിന്ന് 2 നേരിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 - 2 ചെയ്യുന്ന സമയത്ത് എക്സ് മൈനസ് എക്സ് കട്ടായി പോവും. y മൈനസ് y എന്നുള്ളതിൻ്റെ 2y വരും. 2y = 21 എന്ന് 6 പോയാൽ 16 വരും. അങ്ങനെ y = 8 കിട്ടും. y 8 കിട്ടിയാൽ നമുക്കറിയാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 21 ആണ്. അപ്പോൾ ഇവിടെ 13 വന്നാൽ മാത്രമേ 21 കിട്ടുള്ളൂ. തേർഡ് ക്വസ്റ്റ്യൻ, ദ ഏരിയ ഓഫ് സർക്കിൾ ഈസ് 4π² cm. വാട്ട് ഈസ് ദ റേഡിയസ്? അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. πr² 4π എന്ന് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള പയ്യും കട്ടായി പോലെ πr² ആകുമ്പോൾ 4π ആകുമ്പോൾ r² 4 ആയിരിക്കും. r എന്തായിരിക്കും? 2 ആയിരിക്കും. 2 × 2 ആണ് 2² വരിക. In the given figure, what is the total area of the circle is unshaded region? Total area of the circle is unshaded region ആണ് ചോദിച്ചത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് അവിടെ തന്നിരിക്കുന്ന ഡിഗ്രി മെഷർമെൻറ്റ് നോക്കുക. മൊത്തം സർക്കിളിൻ്റെ 360 ആണ്. അവിടെ ഇപ്പം 40, 50, 30 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40, 50, 90, 30, 120 ഡിഗ്രി. അപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗമായിട്ട് വരും. ടോട്ടൽ ഷെയ്ഡഡ് പോർഷന് 120 ഡിഗ്രി. അപ്പോൾ സർക്കിൾ മൊത്തം 360 ആയതുകൊണ്ട് 360നെ 3 ഭാഗമാക്കിയാൽ ഒരു ഭാഗമായിരിക്കും 120 ഡിഗ്രി എന്ന്. അപ്പോൾ അൺഷെയ്ഡഡ് പോർഷനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് 1/3 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? അൺഷെയ്ഡഡ് റീജിയൻ ആണ്. അപ്പോൾ അത് 2/3 ആണ് ആൻസർ വരിക. ഓർമ്മിക്കുക, 2/3. 120 എന്ന് പറയുന്നത് ഷെയ്ഡ് ചെയ്ത ഭാഗമാണ്. അത് മൊത്തം 120 വരും. സർക്കിൾ മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ 3 ഭാഗമാക്കിയാൽ കിട്ടുന്ന 120 ആണ് ഏത് ഷെയ്ഡ് ചെയ്ത ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം 2/3 എന്നാണ് പറയാം. ഇൻ ദ ഫിഗർ AC ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആൻഡ് AB 1 മീറ്റർ, AC 2 മീറ്റർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് BC? അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ AB 1 തന്നിട്ടുണ്ട്, ബീൻ്റെ ഇവിടെ ഇപ്പോൾ AC 2 തന്നിട്ടുണ്ട്. നമുക്കറിയുന്നൊരു കാര്യം, AB 1 ഇവിടെ 2 ആണെങ്കിൽ ഈ സൈഡ് എന്തായിരിക്കും? √3 ആയിരിക്കും. 1:√3:2 എന്നുള്ള റേഷ്യോ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ആംഗിൾ തന്നിട്ടില്ല, പക്ഷെ എന്നിരുന്നാൽ കൂടി നമുക്ക് ഈ നമ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് തന്നെ √3 എന്ന് എഴുതി വെക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പൈതഗോറസിൻ്റെ തിയറം ആൾട്ടിറ്റ്യൂഡ് കാണുന്ന ഇക്വേഷൻ ഹൈപ്പോട്ടന്യൂസ്² - ബേസ് സ്ക്വയർ വെച്ച് കാണാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, √3 ആണ് വരിക. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഹാവിങ് സൈഡ് BC ആൻഡ് കറക്റ്റ് അപ് ടു സെൻറ്റിമീറ്റർ. നമ്മൾ എന്ത് ചെയ്യണം? ഈ BC എന്ന് പറയുന്ന √3 ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സ്ക്വയർ വരയുന്നു. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ വരയുന്നു. ഈ സ്ക്വയർ വരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ എത്രയായിരിക്കും? ചുറ്റളവ് എത്രയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 × √3. 4 × സൈഡാണ് പെരിമീറ്റർ. 4 × √3. 4 × 1.73 ഇൻറ്റു ചെയ്താൽ 6.92 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസ് എഡ്ജ് ഓഫ് എ റെഗുലർ ഹെക്സഗണൽ പ്രിസം ഈസ് 8 cm ആൻഡ് ഹൈറ്റ് ഈസ് 15 cm. ഫൈൻഡ് ദ ബേസ് ഏരിയ ഓഫ് ദ പ്രിസം. ഇത് റെഗുലർ ഹെക്സഗണൽ പ്രിസമാണ്. ഏജ് ഓഫ് റെഗുലർ ഹെക്സഗണൽ. അപ്പോൾ ഹെക്സഗണിൽ നമ്മൾ 6 ഭാഗമാക്കാൻ വേണ്ടി പറ്റും. ഹെക്സഗണിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ 6, ഇതാണ് അതിൻ്റെ ഫേസിൻ്റെ ഷേപ്പ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ അതിനെ 6 ഈക്വലേറ്ററൽ ട്രയാങ്കിളാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ബേസിൻ്റെ ഷേപ്പ്. പിന്നെ ഇവിടെ ഇങ്ങനെയാണ് അതിൻ്റെ ഇതുണ്ടാവുക, പ്രിസം. ഇതാണ് പ്രിസത്തിൻ്റെ മോഡൽ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് 15 എന്ന് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുമ്പം ഇതാണ് 8 പറയുന്നത്. ഇതിൻ്റെ ഓരോ സൈഡും 8 ആണ് കിട്ടും. അതായത് ഈക്വൽ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണ് 8 എന്ന് കിട്ടുന്നത്. അപ്പോൾ ബേസ് ഏരിയ ഓഫ് ദ പ്രിസം എന്ന് പറയുമ്പോൾ ബേസ് ഏരിയ ഹെക്സഗണൽ പ്രിസമാണ്. 6 ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ 6 ഇൻറ്റു ഒരു ഈക്വൽ ട്രയാങ്കിൾ 6 √3/4 A² ആണ് വരിക. 6 × √3/4 A² എന്ന് പറയുമ്പോൾ 8².
8ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം 8 × 8 ആണ്. ഇവിടെയുള്ള 4 8ൽ 2 ടൈംസ്, പിന്നെ 6 × 2 12 × 8 96 വരും. അത് ബേസ് ഏരിയ ആണ്. ഇനി വോളിയം കൗണ്ട് ഇക്വേഷൻ ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പം 96 √3 × 15 ആണ് വരിക. അത് നമ്മൾ 96ഉം 15 ഇൻറ്റു ചെയ്തിട്ട് √3 ഇട്ട് കൊടുത്താൽ മതി. In the figure, ABC is an equal triangle, CD equal to 2 √3 centimeter. What is the length of AB? ഇവിടെ ഉള്ളതിൽ ഈക്വൽ ട്രയാങ്കിൾ ഇവിടെ 60, ഇവിടെ മൊത്തം 60 ആണ്. അപ്പോൾ 30 30 വരും, ഇവിടെ 60. ഇങ്ങനെയാണ് നമ്മുടെ ഈക്വൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ. ഇവിടുത്തെ ഈ ഹൈറ്റ് ആണ് 2 √3 എന്ന് പറഞ്ഞിട്ടുണ്ട്. 60ൻ്റെ ഓപ്പോസിറ്റ് √3 വരേണ്ട സ്ഥലമാണ്. അപ്പോൾ √3 2 √3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും 2 ആയിരിക്കും, ഇവിടെ 4 ആയിരിക്കും. നമ്മൾ പഠിക്കുന്ന റേഷ്യോ പ്രകാരം 1:√3:2 ആണ്. ഇവിടെ 2 ആകുമ്പോൾ 2 √3ഉം 4ഉം ആണ് വരിക. 2ഉം 4ഉം ഇത് 2 √3. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ് അങ്ങനെയാണ് വരിക. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ABC. ABC ഈക്വൽ ട്രയാങ്കിൾ ആണ്. ഇക്വേഷൻ √3/4 A². √3/4 A എന്ന് പറയുന്നത് നമ്മുടെ സൈഡാണ്. സൈഡ് എന്ന് പറയുമ്പോൾ 2 + 2 4 ആണ് വരിക. AB എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. 4² ഇട്ട് കൊടുക്കുക. 4² ഇനിയിപ്പോൾ ഈ 4ഉം ഇവിടെയുള്ള 2 4 ഉണ്ട്. 4² 4ൻ്റെ 4 ആണ്. ഒരു 4 കട്ടാവും. 4 √3 ആണ് ആൻസർ വരിക. ഇൻ എ സർക്കിൾ ദ ലെങ്ത് ഓഫ് എ സെൻട്രൽ ആംഗിൾ 80 ഡിഗ്രി ഈസ് 12 സെൻറ്റിമീറ്റർ. ഒരു സർക്കിളിൻ്റെ നമ്മളിപ്പോൾ ഒരു സർക്കിൾ ഇങ്ങനെ വരച്ചു. അപ്പോൾ അവിടെ എന്തുണ്ട്? 80 ഡിഗ്രി മാർക്ക്. ഇത് 80 ഡിഗ്രി. അപ്പോൾ ഈ ലെങ്ത്താണ് എത്ര പറയുന്നത്? 12 എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എൻ ആർക്ക് ഓഫ് സെൻട്രൽ ആംഗിൾ 20? അപ്പോൾ ഇത് 80 ആകുമ്പം 12 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 20 ആകുമ്പോൾ എത്ര ഉണ്ടാവും? അപ്പോൾ 80 ആകുമ്പം 12 ആണെങ്കിൽ 40 ആകുമ്പോൾ 6 ആയിരിക്കും. 20 ആകുമ്പം 3 ആണ് ഉണ്ടാവുക. വാട്ട് ഈസ് ലെങ്ത് ഓഫ് ആർക്ക് സെൻട്രൽ ആംഗിൾ 20 ഡിഗ്രി എന്ന് പറയുമ്പോൾ 3 ആണ് വരിക. അടുത്തത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സെൻട്രൽ ആംഗിൾ 20 ഡിഗ്രി ഇൻ എ സർക്കിൾ വിത്ത് റേഡിയസ് കൂടുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ റേഡിയസിനേക്കാളും അതിൻ്റെ ഹാഫ് ടൈംസ് 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ 1.5 മടങ്ങ്. അത്രയും കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും? അപ്പോൾ 20 ഡിഗ്രീൻ്റെ 3 ആകുമ്പോൾ അതിൻ്റെ 1.5 ടൈംസ് എന്ന് പറയുമ്പോൾ 3ൻ്റെ ഹാഫും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ 3 + 1.5 4.5 ആണ് ആൻസർ വരിക. സോ ഡ്രോ ആൻ ഈക്വൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 13 സെൻറ്റിമീറ്റർ. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അതേ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ 13 സെൻറ്റിമീറ്റർ ലൈന് വരിക, സൈഡിൽ 9 സെൻറ്റിമീറ്റർ വരിക, എന്നിട്ട് ഇത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? യോജിപ്പിക്കുക. ഇതുപോലെ നമ്മൾ പാരലൽ ലൈന് വരിക, എന്നിട്ട് ഇതിൻ്റെ മിഡിൽ എന്ത് ചെയ്യുക? ഈ ലെങ്ത് എടുക്കുക, എന്നിട്ട് ഇവിടത്തേക്കോ ആർക്ക് വരിക. ഇനി ഇതിൻ്റെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന് ഞാൻ മുന്നേറ്റ വീഡിയോസ് ഉണ്ടായിരുന്നു ഈക്വൽ ട്രയാങ്കിൾ വരയുന്ന, അതൊന്ന് കാണാം. Question number 10. The relation between radius and perimeter of a circle in the following table. Radius 1 ആകുമ്പോൾ 2π ആണ്, റേഡിയസ് 2 ആകുമ്പോൾ 4π ആണ്, റേഡിയസ് 3 ആകുമ്പോൾ 6π ആണ്, റേഡിയസ് 6 ആണെങ്കിൽ 2π ആണ്. കംപ്ലീറ്റ് ടേബിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇഫ് ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് ഇൻക്രീസ് ചെയ്യുമ്പം എന്താണ്? സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ. അതെന്താണ്? പ്രൊപ്പോർഷണൽ ആണോ? യെസ് ആണ്. അത് ഇൻക്രീസ് ചെയ്യുമ്പം ഒരേ രീതിയിലാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അപ്പോൾ അത് പ്രൊപ്പോർഷണൽ ആണ്. സോ വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള 2π ആണ്. ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് 2π ഉണ്ട്, പിന്നെ 4π എന്ന് പറഞ്ഞാൽ 2 × 2π ആണ്, അടുത്തത് 3 × 2π എന്നാണ്, അങ്ങനെയാണ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ളത് 2π ആണ്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് 2π ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ്, അതായത് 11th വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോ കിടുമ്പോഴേക്കും ബൈ.